എന്തൊക്കെയാ ശേഖരായത്? അവൻ എന്തൊക്കെയായി കാണിക്കുന്നു? ഭദ്ര മരിച്ചപ്പോഴേ പറഞ്ഞതാ അവൻ്റെ ഈ ഭ്രാന്തിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ. അതൊന്നും ചെയ്യാൻ നിന്നില്ല ഫല ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്നൊക്കെ. ശക്തി പോയത് കണ്ടതും ശങ്കരൻ പിന്നെയും തെങ്ങയിലെന്ന അവസ്ഥയിലായി കാണുന്നത്. ഇയാൾക്ക് ഇനിയും മതിയായില്ല എന്ന് പോലും മഹിയും നോക്കി. ഞാൻ എന്തു പറയാനാ വയ്യച്ച? ആരെയും വെറുതെ ദ്രോഹിക്കുന്ന പതിവൊന്നും എൻ്റെ കണ്ണനില്ല. അവന് പ്രിയപ്പെട്ടതിനെ പറയുമ്പോൾ അവന് കൊണ്ടു. എന്നെ പോലെ അല്ലാത്തതുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആരായിരുന്നു പോലും നോക്കാതെ പ്രതികരിച്ചു. ഇതിൽ അവൻ്റെ തെറ്റെന്താ? ഒരു നിമിഷം തിരിച്ചെന്ത് പറയണമെന്ന് പോലും അറിയാതെ അയാൾ മൗനമായി. ഭദ്രയിടക്കൊക്കെ കുത്തി നോയിക്കുമ്പോൾ ബന്ധവും സ്വന്തവും ഓർത്ത് കണ്ണിൽ നടിച്ചിട്ടുണ്ട് ശേഖരൻ. അന്നും പക്ഷേ ശക്തി പ്രതികരിക്കും. അപ്പൊ ഏട്ടന് സമ്മതിച്ചുകൊണ്ടാണോ ആ പെണ്ണിനെ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ശക്തിക്ക് എന്താ വേറെ പെണ്ണിനെ കിട്ടാത്ത പോലെ ഒരു രണ്ടാം കെട്ടുകാരി? പുറത്തറിഞ്ഞാൽ തന്നെ നാണക്കേടാ. ഗൗരിയുടെ രൂപത്തിൽ നിറഞ്ഞ അസൂയയോടെയാണ് സുമത് പറഞ്ഞത്. മൈയൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ റൂമിലേക്ക് പോയി. ചിലതൊക്കെ കൊണ്ടു തന്നെ പഠിക്കണം. അപ്പോഴും അവന് ഭയം തോന്നി ശക്തിയുടെ പെരുമാറ്റത്തിൽ. അവൻ്റെ ഇഷ്ടമാണ് സുമേ. കൂടെ ജീവിക്കുന്ന അവനല്ലേ, നമ്മളല്ലല്ലോ. അവര് ജീവിച്ചോട്ടെ. പിന്നെ ആ കുട്ടിക്ക് ഒരു കുറവ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഒരു തവണ വിവാഹം കഴിഞ്ഞു എന്നത് അതൊന്നും ആദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ലല്ലോ. അവനില്ലാത്ത കുഴപ്പം നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ട. മുത്തശ്ശനൊരു തീർപ്പ് പോലെ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. പുറകെ അച്ഛൻ. ബാക്കിയുള്ളവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിന്നു. ഉദ്ദേശിച്ചതൊന്നും നടക്കാത്തതിൻ്റെ അമർഷം എല്ലാവരിലും ഉണ്ടായിരുന്നു. ഒപ്പം ശക്തിയോടുള്ള ഭയം. മുഖം കുനിച്ച് തനിക്ക് മുമ്പിലായിരിക്കുന്നവൾ വീക്ഷിച്ചുകൊണ്ടിരിപ്പാണ് ശക്തി. റൂമിലെത്തിയിട്ട് ഈ നേരം വരെ മുഖത്തോട്ട് നോക്കിയിട്ടില്ല. ബെഡിൽ കൊണ്ടുവച്ച പോലെ തന്നെ ഇരിപ്പാണ്. എത്ര നേരം ഇരിക്കുമെന്ന് നോക്കുന്ന അവൻ. അതെ, പതിയെയുള്ള അവളുടെ ശബ്ദം. മിഴികൾ പതിയെ ഉയർത്തിയുള്ള നോക്കും. എന്തിനാ ഇത്? എന്ത്? ആ തോക്ക്. എക്സ്ക്യൂസ് മീ? അല്ല, അത് ആ തോക്ക് കയ്യിൽ വെച്ച് ആരെങ്കിലും ഇപ്പോഴും അതുണ്ടെന്നുള്ള ഭയത്തിലാണ് പെണ്ണിന്റെ ചോദ്യം. അവനൊരു IPS ഓഫീസറാണെന്നൊക്കെ കക്ഷി മറന്നുപോയ മട്ടാണ്. ശക്തി ഇരിക്കുന്ന ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ഗൗരവം ഞെട്ടി. ചോദിച്ച് ഇഷ്ടപ്പെട്ട് കാണില്ലേ എന്നൊരു ഭയം. അടുത്ത നിമിഷം ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവളുടെ മുഖം ഇരുകൈയിലുമായി അവൻ വാരിയെടുത്തു. മരവിച്ച പോലൊരു അവസ്ഥയിലായിരുന്നു ഗൗരി. നെഞ്ചൊക്കെ മിടിച്ചിപ്പോൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ. തൻ്റെ ഹൃദയം അവൻ്റെ കൈക്കുള്ളിൽ കിടന്ന് പിടക്കുന്ന പോലെ. കണ്ണുകൾ കൊണ്ട് കൊത്തി വലിക്കുന്ന നോട്ടമാണ് അവൾ. ആ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ കണ്ണുകൾ ഇറുകി അടക്കാനും ശ്രമിച്ച് അവൾ തോൽവി സമ്മതിച്ചു. ഒരു വേള അവയ്ക്ക് പോലും പ്രിയം അവൻ്റെ നോട്ടത്തിനോടാണെന്ന് തോന്നിപ്പോയി ഗൗരിക്ക്. ഒരു വാക്കിൻ്റെ പോലും അകമ്പടിയില്ലാത്ത പ്രണയമായിരുന്നു അവന്. അവൻ്റെ ബുദ്ധി അംഗീകരിച്ചു കൊടുക്കാത്ത ഹൃദയം സ്വീകരിച്ച പ്രണയം അത്രമേൽ അഘാതമായിരുന്നത്. കണ്ണുകൾ വാക്കുകളുടെ സ്ഥാനം കയ്യേറും. സ്പർശനങ്ങൾ ഭാഷയുടെയും. Who am I to you? ഒരു നിമിഷം അവനിൽ നിന്ന് ഉതിർന്നു വീണ ചോദ്യം അതാണ്. മുരളുന്ന പോലൊരു ചോദ്യം. അവളൊന്ന് വിറച്ചുപോയി. അതിനെന്തു മറുപടി നൽകണമെന്നറിയാതെ കണ്ണുകൾ അവനിൽ നിന്നും തെന്നി മാറി. ശരീരം തളർന്നു. ഗൗരി. വീണ്ടും ആ വിളി കാതിൽ മുഴങ്ങിയതും കവിളുകൾ നനച്ചുകൊണ്ടൊരു തുള്ളി കണ്ണിൽ നിന്നും പെയ്തു. 10 ദിവസത്തെ ഷൂട്ട് കൂടി ഉണ്ടായിരുന്ന രുദ്രൻ. തറവാട്ടിൽ നിന്ന് ആരുമായ ഒരു കോണ്ടാക്ട് പോലും ഇല്ലാത്തതുകൊണ്ട് ഗൗരിയെക്കുറിച്ചൊന്നും അറിയാൻ അവന് സാധിച്ചിരുന്നില്ല. തീർത്തും ഭ്രാന്ത് പിടിക്കുന്ന പോലെയായിരുന്നു അവന്. നിമിഷങ്ങൾക്ക് മണിക്കൂറുകളുടെ ദൈർഘ്യം ഏറിയതുപോലെ. അവൻ്റെ ഓരോ മാറ്റവും നോക്കിക്കാണുന്ന ഗാഥയുടെ കണ്ണിലും മനസ്സിലും ഒരുപോലെ കനലിരിഞ്ഞു. ഒരുതരം ഭ്രാന്ത് തന്നെയാണ് അവൾക്ക് രുദ്രനോട്. ഒരിക്കൽ ലഹരി തലക്ക് പിടിച്ചു പോയ രാത്രി ഗൗരി എന്ന് വിളിച്ചുകൊണ്ട് പടർന്നു കയറിയവനെ തടയാതിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ അർത്ഥത്തിലും അവനെ സ്വന്തമാക്കാൻ മോഹിച്ച് തോറ്റുപോയി. ഒരു നിമിഷം ആ രാത്രിയിലേക്ക് അവളുടെ ചിന്തകൾ പാറി. ഫൈറ്റർ ഫിലിംസിന്റെ റിലീസ് ആഘോഷമാക്കി തീർത്ത രാത്രി രുദ്രൻ എവിടെ പോയാൽ അവനോടൊപ്പം ഗൗരിയും ഉണ്ടായിരുന്നു. ഇൻറ്റിമേറ്റ് സീൻസ് പോലും അഭിനയിക്കാൻ വിസമ്മതിക്കുന്ന ചുരുക്കം ചില നായകന്മാരിൽ ഒരുവനാണ് രുദ്രൻ. അപ്സരസ് പോലൊരു പെണ്ണ് സ്വന്തമായുള്ളവന് മറ്റൊന്നിനോട് മോഹം തോന്നുന്നത് എങ്ങനെയെന്നുള്ള പൊതുവെയുള്ളൊരു സംസാരമായിരുന്നു ആ ഫീൽഡിൽ. അതൊക്കെ തന്നെയാണ് അവനോട് അടുക്കാൻ തന്നെ പ്രേരിപ്പിച്ച്. ഗൗരിയോട് അവൻ കാണിക്കുന്ന ഭ്രാന്ത്. അവളെയൊന്നും നോക്കാൻ പോലും ആരും മുതിർന്നിരുന്നില്ല. അല്ല, രുദ്രൻ അതിനെ അനുവദിച്ചിരുന്നില്ല. നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവളെ കണ്ടിട്ടില്ല. ആരെയും മുഖമുയർത്തി നോക്കാറ് പോലുമില്ല. രുദ്രന് പുറകിൽ അല്ലെങ്കിൽ അവൻ്റെ കൈക്കുള്ളിൽ അതായിരുന്നു അവളുടെ സ്ഥാനം. പലപ്പോഴും ആ സൂയയുടെ നോക്കിന്ന് പോയിട്ടുണ്ട് അവളെ. ഫംഗ്ഷൻ വെച്ച രാത്രി ഗൗരി പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞ ദിവസം അവളുടെ ആരോഗ്യം കണക്കിലെടുത്ത് കൂടെ കൊണ്ടുവരാതിരുന്നാണ് രുദ്രൻ. ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒരടുപ്പമുള്ളതുകൊണ്ട് ഒന്നിച്ചായിരുന്നു ഡ്രിങ്ക്സ് കഴിച്ച്. അവനറിയാതെ അവൻ്റെ ഡ്രിങ്ക്സിൽ കലർത്തിയ മരുന്ന് അതൊന്നുകൊണ്ട് മാത്രമാണ് അവനെ തൻ്റെ റൂമിലെത്തിക്കാൻ സാധിച്ചത്. പാതി ബോധത്തിലായിരുന്ന രുദ്രന് താൻ ഗൗരിയായിരുന്നു. അവളോടുള്ള ഭ്രാന്തമായ ആവേശം അവൻ തൻ്റെ അധരങ്ങളിൽ തീർത്തു. അവൻ്റെ കരുത്തിൽ സ്വയം മറന്നുപോയ നിമിഷങ്ങൾ ഉടയാടകൾ പരസ്പരം അകന്നു തുടങ്ങി. പൂർണ്ണമായി അവൻ തന്നിലേക്ക് ചേരാൻ തുടങ്ങിയ നിമിഷമാണ് പുറത്ത് ഡോറിൽ തട്ടി കേൾക്കുന്നത്. ഒരു നിമിഷം ഭയന്നു പോയിരുന്നു.
വാതിൽ തുറക്കാതെ വന്നതും ആരോ അത് തള്ളി തുറന്നു. പുറത്തു നിൽക്കുന്ന മീഡിയാസും പോലീസും മാടമ്പി തറവാട്ടിലെ അംഗങ്ങളും. ആ സമയമുള്ള തങ്ങളുടെ അവസ്ഥയിൽ നിന്നും അവിടെ നടന്ന എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സർവവും തകർന്നു നിൽക്കുന്ന ഗൗരിയുടെ രൂപമോർത്തും ഗാഥയുടെ ഉള്ളിൽ നേരിയ കുറ്റബോധം തോന്നിപ്പോയി. പക്ഷേ അതിനു മുകളിലായിരുന്നു രുദ്രൻ, അവനോടുള്ള പ്രണയം. അടുത്ത ദിവസം മുതൽ ചാനൽ ചർച്ചകളിൽ നിറഞ്ഞിരുന്ന അവിഹിത കഥ. സ്റ്റൈലിഷ് ആക്ടർ രുദ്രമാഷിൻ്റെയും ഗാഥയുടെയും കാമവേളികൾ. ഒന്നിനെയും എതിർക്കാതെ തകർന്നു നിൽക്കുന്ന രുദ്രന് താനൊരു തണലായി. അവൻ്റെ അമ്മമ്മ ഗൗരിയുടെ താലി പൊട്ടിച്ച് അവൻ്റെ മുഖത്തേക്ക് തന്നെ എറിഞ്ഞു കൊടുത്തു. ഉറക്കെ കരഞ്ഞ ഗൗരിയുടെ കരച്ചിൽ ഇന്നും ഒരു വിങ്ങൽ തന്നെയാണ്. എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടൽ, അതായിരുന്നു വിദേശത്തേക്കുള്ള ഈ യാത്ര. ഒപ്പം മുമ്പേ എഗ്രിമെൻ്റ് എഴുതിയ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിംഗ്. ഇതിനിടയിൽ പൂർണ്ണമായി ഒന്നായി എന്ന് കള്ളം പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചു. അവൻ ചെയ്ത തെറ്റാണെന്ന് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തി. ആരോരുമില്ലാത്ത തനിക്ക് അവൻ താങ്ങായി. പക്ഷെ ഒരു സൗഹൃദം, അതിലപ്പുറമൊന്നും അവനിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അവന് മുമ്പിൽ തുണി അഴിച്ചിരുന്നത് പോലും യാതൊരു വികാരവും അവനിൽ നിന്നുണ്ടായിട്ടില്ല. ഒരു നിമിഷം ഇനി എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലായി ഗാഥ. ഇവിടെ നിന്നും തിരിച്ചു പോയി അവൻ വീണ്ടും ഗൗരിയെ കൂടെ കൂട്ടും. അവളെന്നല്ല, ആരെതിർത്തിട്ടും കാര്യമില്ല. ഓരോന്ന് ഓർക്കും തോറും അവിടെ ഉള്ള അസ്വസ്ഥമായി. ചോദ്യത്തിന് ഉത്തരം തരാതിരുന്ന് കരയുന്നവളെ കാണെ ഒരു നിമിഷം പെരുവിരലിൽ നിന്ന് ദേഷ്യം ഇരച്ചു കയറിപ്പോയി അവൻ. 24 മണിക്കൂർ ഇരുന്ന് മോങ്ങിക്കൊള്ളാന്ന് പല നേർച്ച നിനക്കുണ്ടോ? അലറിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഒരു നിമിഷം അവന് സകല നിയന്ത്രണങ്ങളും നഷ്ടമായിരുന്നു. ഭയന്ന് വിറച്ചുകൊണ്ട് ആ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നു പോയി ഗൗരി. അവളിൽ നിന്നും ദേഷ്യത്തോടെ പിടിയാച്ചുകൊണ്ട് അവൻ ടേബിളിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ചു. റൂമിനുള്ളിൽ പുക നിറയുന്നു. ആ ഗന്ധം അസഹ്യമാവുന്നു അറിയെ ഗൗരി ദയനീയമായി അവനെ നോക്കി. അത് കണ്ടിട്ടും കാണാത്ത പോലെയായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ. ആരോടൊക്കെയുള്ള ദേഷ്യം അവളോട് തീർക്കുന്ന പോലെ, അവരൊക്കെ പറയുന്ന പോലെ അവൾ മറ്റൊരുവൻ്റെ ആയിരുന്നു എന്ന് പോലും ചിന്തിക്കാൻ അവന് വയ്യ. ഓർക്കും തോറും ഭ്രാന്തി പിടിച്ച പോലെയായി ശക്തിക്ക്. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് വീണ്ടും അവൾക്ക് നേരെ തിരിഞ്ഞവൻ. കണ്ണുകൾ ചുവന്ന ഞരമ്പുകൾ വലിഞ്ഞു മുറുകിക്കൊണ്ടുള്ള ആ നോട്ടത്തിൽ ഗൗരി ഒരു നിമിഷം പതറിപ്പോയി. ഭയം ഒരു വ്യാളിയെപ്പോലെ അവളെ ഒന്നാകെ ചുറ്റി വരിഞ്ഞു. എന്നെ ഒന്നും ചെയ്യല്ലേ? കവളിൽ കുത്തിപ്പിടിച്ച് കണ്ണിലേക്ക് നോക്കുന്നവനെ കാണാൻ അങ്ങേയറ്റം ധൈര്യമായിക്കൊണ്ടാണ് ആ വാക്കുകൾ. ഒരു നിമിഷം ശക്തിയുടെ കണ്ണുകൾ കലങ്ങി ഹൃദയം മുറിയുന്നത് പോലെ. അവളോട് വല്ലാത്ത പിണക്കം തോന്നിപ്പോയി അവന്. ഞാൻ തൊട്ട എന്താടി ഉരുകിപ്പോവോ നീ? അതല്ല ഇപ്പോഴും മനസ്സിൽ ചോദിക്കാനാവാതെ ശക്തിയും ഇനിയോ അത് കേൾക്കാൻ വയ്യാതെ ഗൗരിയും മെഴികൾ ഇറുകയടച്ചു. ഒരു നിമിഷം അവനോട് തോന്നിയ അടുപ്പമില്ല ആ ഒരു ചോദ്യത്തിൽ തന്നെ അവളിൽ മങ്ങലേൽപ്പിച്ചു. ജീവിക്കുന്ന കാലം മുഴുവൻ താൻ കേൾക്കേണ്ട വാക്കുകളാണിത്. മറ്റെന്തിനേക്കാളേറെ അവൾക്ക് വേദന തോന്നിയത് അവനത് ചോദിച്ചുകൊണ്ടാണെന്ന് മാത്രം. മരവിച്ചു പോയിരുന്നു ഉള്ളം. അത്രയും വേദന സഹിച്ചു കഴിഞ്ഞു. ഇനിയൊന്നിനും വയ്യാത്ത പോലെ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചുവന്ന് കലങ്ങിയ മിഴികൾ കൊണ്ടുള്ള അവൻ്റെ നോട്ടം. ആ കണ്ണിൽ നിറയുന്ന ഭാവങ്ങളുടെ അർത്ഥം ചെയ്യാതെ മനഃപൂർവ്വം അവയിൽ നിന്ന് മുഖം തിരിച്ചു ഗൗരി. ഒരു കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു പോകുന്നവനെ കണ്ടുകൊണ്ടാണ് മഹി മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ആരെയും നോക്കാതെ കാറുമെടുത്ത് പോകുന്നവനെ കാണെ അവൻ്റെ കണ്ണുകളൊന്നും കുറുകി. ദേഷ്യം തലക്ക് പിടിച്ച് പാഞ്ഞു പോയതാണെന്ന് ഉറപ്പാണ്. ഒരു നിമിഷം ദീർഘമായി ഒന്ന് വിശ്വസിച്ചു പോയി മഹി. അകത്തുള്ള പെൺകുട്ടിയോട് അവന് സഹതാപം തോന്നിപ്പോയി. അവൾക്ക് എങ്ങനെ ശക്തിയെ സഹിക്കാനാവുമെന്നറിയില്ല. വാശിയും ദേഷ്യവും പകയും ആവോളം കൊണ്ടു നടക്കുന്നവരാണ് എതിരെ നിൽക്കുന്ന ശത്രുവിനെ നരകിപ്പിച്ച് കൊല്ലാക്കൊല ചെയ്യുന്നത്. ഇട്ടിരിക്കുന്ന യൂണിഫോമിനോട് പോലും നീതി പുലർത്തുന്നില്ല അവൻ. അവിടെയും അവൻ്റെ ശരികൾ മാത്രമേ കാണൂ. ഗൗരിയെപ്പോലൊരു പെൺകുട്ടി അവനൊപ്പം എങ്ങനെ ജീവിച്ചു പോകുമെന്നതൊരു സംശയമാണ്. കണ്ണം പോയോ മഹി? ഉമ്മറത്തേക്ക് വന്നുകൊണ്ട് അച്ഛനാണ് ചോദിച്ചത്. വിരുന്നുകാരെല്ലാം മടങ്ങിപ്പോയിരുന്നു. പോയാലും ഉടൻ തിരിച്ചു വരുമെന്ന് ഉറപ്പാണ്. ഇതിപ്പോൾ ശക്തി തോക്കെടുത്ത് വരട്ടിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണെന്ന് മാത്രം. എനിക്കൊന്നും വല്ലാതെ വിഷമം തോന്നുന്നില്ല സർ. ഗൗരിയുടെ കാര്യം ആർക്കും ഒരു ദ്രോഹമൊന്നും ചെയ്യാത്ത കൊച്ച. ഞാൻ അവിടുത്തെ ജോലിക്കാരി വഴി അന്വേഷിച്ചിരുന്നു. എന്നെയാ അവർ കൺസൾട്ട് ചെയ്യാറുള്ളത്. നല്ലതേ പറയാനുള്ളൂ അതിനെക്കുറിച്ച്. ആ തറവാട്ടിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഗൗരിക്കും രാഗിക്കും മാത്രമാണ്. പിന്നെ ആ കൊച്ചിൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് എങ്ങനെയാണെന്ന് നമുക്കൊക്കെ അറിയാലോ. ടി വിയിലൊക്കെ വലിയ ന്യൂസ് ആയിരുന്നില്ലേ ആക്ടർ രുദ്രാംശിൻ്റെ അഫെയർ? ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു മഹി. നമുക്ക് എന്ത് ചെയ്യാനാവും മഹി? ഗൗരി മോളെ കാണുമ്പോൾ ഭദ്രയെ തന്നെ എനിക്ക് ഓർമ്മ വരുന്നു. ആ കുട്ടി ആ വീട്ടിൽ എന്തൊക്കെ സഹിച്ചാവും കഴിഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവും. പിന്നെ കാണുന്നത് എനിക്ക് ഉറപ്പുണ്ട് മഹി, അവൻ ആ കുട്ടിയുടെ ഇത്രയും ഭ്രാന്ത് കാണിക്കുന്നത് അവൾ അവൻ്റെ അമ്മയെപ്പോലെ ആയതുകൊണ്ടാണ്. ഗൗരി അവൻ സ്നേഹിക്കുന്നുണ്ട് മഹി. പക്ഷേ അത്ര വേഗം അത് സമ്മതിച്ചിട്ടില്ല അവൻ. പിന്നെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. അവൻ്റെ ദേഷ്യവും വാശിയൊക്കെ അവൻ്റെ സ്വഭാവമാണ്. പെട്ടെന്നൊരു ദിവസം ഉണ്ടായൊന്നല്ലല്ലോ ഇത്. അവനും മാറുമായിരിക്കും. ആഗ്രഹിക്കുന്ന സ്നേഹം അതേ അളവിൽ ആ കുട്ടിയിൽ നിന്ന് ലഭിച്ചു തുടങ്ങുമ്പോൾ അവൾക്ക് വേണ്ടി സ്വയം നിയന്ത്രിക്കാനും ശ്രമിക്കും അവൻ. അവർക്ക് സമയം കൊടുക്കാൻ മഹി.
ഒന്നെനിക്ക് ഉറപ്പുണ്ട്, ഗൗരിയെ പാതി വഴിയിൽ അവളെ തനിച്ച് വിടില്ല അവൻ. ഉള്ളം കയ്യിൽ പൊതിഞ്ഞു പിടിച്ച് നടക്കും, ആർക്കും വിട്ടുകൊടുക്കാതെ. ഗൗരിക്ക് ഇനി ഈ ലോകത്ത് ശക്തിയുടെ ദേഷ്യം മാത്രം ഭയന്നാൽ മതിയാവും. വേറെ ഒന്നും ആരും ഇനി അവളിൽ എത്തില്ല. പറയുന്ന കാര്യത്തിൽ അത്രയും വിശ്വാസമുണ്ടായിരുന്ന അച്ഛൻ അത് മഹിക്ക് മനസ്സിലാവുകയും ചെയ്തു. എവിടെയോ ഒരു തുള്ളി ആശ്വാസം അവനിൽ നിറഞ്ഞു. വെറും നിലത്ത് കരഞ്ഞുകളന്നിരിപ്പായിരുന്നു ഗൗരി. ഇരുണ്ട വെളിച്ചം മാത്രമേ ഉള്ളൂ മുറി. ദേഷ്യം കാണിച്ചിറങ്ങിപ്പോയവൻ പിന്നെ തിരികെ വന്നിട്ടില്ല. അവളും പുറത്തേക്ക് ഇറങ്ങിയില്ല. അവളുടെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അച്ഛനും മഹിയും മുത്തശ്ശനും അവളെ ബുദ്ധിമുട്ടിക്കാനും വന്നില്ല. ഇനിയും കരയാൻ കണ്ണുനീർ തനിക്ക് ബാക്കിയുണ്ടോ? ഓരോ തവണ കണ്ണുകൾ നിറയുമ്പോഴും അവളിൽ ഉയരുന്ന ചോദ്യം ഇതാണ്. അടിമ പോലൊരു ജീവിതം. ഓർമ്മ വെച്ച നാൾ മുതൽ അതാണ്. അനുസരിച്ച് ശീലിച്ചു പോയി. എതിർക്കാനുള്ള കഴിവില്ലാതെ പോയി. അടിമയായി ജനിച്ച അടിമയായി തന്നെ മരിക്കാനാണ് അച്ഛൻ പഠിപ്പിച്ചതെന്ന്. പക്ഷെ അമ്മ, ഒരു നിമിഷം അമ്മയുടെ ഓർമ്മയിൽ അവൾക്കുള്ളമൊന്ന് പിടഞ്ഞു. തന്നെ ഈ രാഗി ഒരുപോലെ സ്നേഹിച്ച അമ്മ മാത്രമാണ്. തന്നെ കൊണ്ടാവുന്ന പോലെ അമ്മകളെ പൊതിഞ്ഞു പിടിച്ചു. പഠിക്കാൻ വിടുന്നതിന് പകരം വിവാഹം നടത്താൻ തീരുമാനിച്ചതിന് ആദ്യമായി അമ്മ അച്ചമ്മയ്ക്ക് നേരെ ശബ്ദമുയർത്തിയത് അന്നാണ്. പക്ഷേ അമ്മ തോറ്റുപോയി. ആരും അമ്മയുടെ വാക്കുകൾ വിലക്കെടുത്തില്ല. രുദ്രേട്ടൻ പേടിയാണ് ആ മനുഷ്യനെ. ആ നിഴൽ പോലും കാണുന്നത്. പിടിച്ചടക്കാനായിരുന്നു ആൾ എപ്പോഴും ശ്രമിച്ചത്. തൻ്റെ മനസ്സിനെ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള പിടിച്ചടക്കൽ. ഓർമ്മകളുള്ളിലേക്ക് ഇരച്ചു കയറിയതും ഗൗരി തന്നെ മിഴികൾ ഇറുകെ അടച്ചു. ഒരു മയക്കത്തിൽ നിന്ന പോലെ കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നിപ്പോയി ഗൗരിക്ക്. അല്പസമയം വേണ്ടി വന്നു കഴിഞ്ഞു പോയതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ. പിടിച്ചു വെച്ച് ചുംബിക്കുന്നവൻ്റെ മുഖം ഓർമ്മ വന്നു. ഒരു ഞെട്ടിലോടെ പിടഞ്ഞെഴുന്നേറ്റു ഗൗരി. ഒറ്റ നോട്ടത്തിൽ തന്നെ കിടക്കുന്നവൻ്റെ ബെഡിലാണെന്ന് അവൾക്ക് മനസ്സിലായി. വല്ലാത്തൊരു ഭയം അവളെ പൊതിഞ്ഞു. കണ്ണുകൾ നിറഞ്ഞു. 15 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാനാവാത്തൊരു കാര്യം. ചുണ്ടുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ കരഞ്ഞുപോയി. അടുത്ത നിമിഷം എന്തോർത്ത പോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാതിലിനടുത്തേക്ക് പാഞ്ഞതും ശരീരമൊന്നാകെ ഒരു വിറയിൽ പാഞ്ഞു കയറിയത് അവൾ അറിഞ്ഞു. വാതിലടച്ച് കുറ്റിയിട്ട് അതിൽ ചാരി നിൽക്കുന്നവൻ ആ കണ്ണുകൾ തന്നിൽ മാത്രമാണെന്നറിഞ്ഞതും മുഖം കുനിച്ച് നിന്നവൾ കൈകൾ ഉടുത്തിരിക്കുന്ന പാവാടയിൽ മുറുകി. അന്നോളം തോന്നിയതിൽ ഇരട്ടി ഭയം ആ നിമിഷം മുതൽ അവനോട് തോന്നി. കണ്ണുകൾ കൊണ്ട് അവളുടെ ഓരോ ഭാവവും പഠിക്കുകയായിരുന്നു രുദ്രൻ ആ നിമിഷം. താഴ്ത്തി പിടിച്ച കുഞ്ഞു മുഖവും അഴിഞ്ഞു കിടക്കുന്ന അവളുടെ മുടിയിഴകളും എല്ലാം വല്ലാത്തൊരു മോഹത്തോടെ അവൻ നോക്കി നിന്നു. ഇവിടെ വാ ഗൗരി. ഗാംഭീര്യം നിറഞ്ഞ അവൻ്റെ ശബ്ദം. ഞെട്ടിലൂടെ കണ്ണുകൾ ഉയർത്തി നോക്കിയവൻ അവൻ്റെ മുഖത്തെ ഭാവം. ഗൗരി. വീണ്ടും ഒന്ന് വിളിച്ചതും പേടിയോടെ അവൻ അരികിലേക്ക് നടന്നു. രുദ്രൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. ഒരു നിമിഷം കൊണ്ട് അവളെ പിടിച്ചു വലിച്ച് വാതിലിനെ ഓരം ചേർത്ത് നിർത്തിയവൻ പിടഞ്ഞു പോയവൻ. കണ്ണും മുഖവും ഒക്കെ ഒരുപോലെ ചുവന്നു. കണ്ണുകൾ വിതുമ്പി. ഏറിയ തിളക്കത്തോടെ അവൻ ആ പെണ്ണിനെ നോക്കി. സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് ചൂട് പിടിച്ചു. എന്നത് ചെയ്യല് രുദ്രേട്ട, കരഞ്ഞുകൊണ്ട് പറഞ്ഞു പോയി ഗൗരി. ഒരു നിമിഷം ബോധം വന്ന പോലെ അവനൊന്ന് പകച്ചുപോയി. അവളുടെ പ്രായം പോലും പറഞ്ഞുകൊണ്ട് എന്നും ചെയ്തു പോയേൻ. ഒരു നിമിഷം അത്രയും അവനെ മോഹിപ്പിച്ച് കളഞ്ഞു ഗൗരി. പോയിക്കോ. മുഖം വെട്ടിച്ചു മാറ്റി പതിയെ പറഞ്ഞു രുദ്രൻ. പ്രാണൻ തിരികെ കിട്ടിയതുപോലെ ഗൗരി വാതിൽ തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. രാവേറെ ചെന്നതും ആടി ആടി കയറി വരുന്നവനെ കാണി അവനെയും കാത്തിരിക്കുന്ന 3 പേരുടെയും മുഖം സങ്കടം കൊണ്ട് നിറഞ്ഞു. ശക്തിക്ക് ദേഷ്യവും വാശിയും വന്നാൽ പിന്നെ ഇതൊക്കെ ഒരു പതിവ് കാഴ്ചയായിരുന്നു അവർക്ക്. കിടന്നില്ല ആരും? കണ്ണുകൾ ചുവന്നിട്ടുണ്ട്. ശരീരം ഉയർത്ത് ഇട്ടിരിക്കുന്ന ഷർട്ട് കൂടി നനഞ്ഞു. ആ ചോദ്യം പോലും പൂർത്തിയായില്ല. കണ്ണാ നീ? മായി എന്തോ പറയാനൊരുങ്ങിയ നിമിഷം അച്ഛൻ അവൻ്റെ കൈ പിടിച്ച് അരുതെന്ന് വിലക്കി. സ്വബോധമില്ലാത്തവനോട് ആ നിമിഷം എന്ത് പറഞ്ഞ കാര്യമില്ലെന്ന് അച്ഛൻ അറിയാം. നീ എവിടെയായിരുന്നു കണ്ണ? ആ കുട്ടി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അതിനിങ്ങനെ പട്ടിണിക്കിടാനാണോ നീ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? അതിലും ഭേദാത ആ തറവാട്ടിൽ ഏതെങ്കിലും മൂലയിൽ കഴിഞ്ഞോട്ടെന്ന് കരുതിയാൽ പോരായിരുന്നു. അച്ഛൻ ചോദിച്ചു നിർത്തിയതും വലിയൊരു ശബ്ദത്തോടെ മുഷ്ടിയുരുട്ടി ഗ്ലാസ് ടേബിളിലേക്ക് ഇടിച്ചു ശക്തി. ആ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. ചില്ലുകൾ അവൻ്റെ കൈ തുളച്ച് കയറി. മൂവരൊരു ഞെട്ടിലൂടെ കാഴ്ചയെ നോക്കി നിന്നുപോയി. വലിഞ്ഞു മുറുകി അവൻ്റെ മുഖം. ദേഷ്യം കൊണ്ട് പിടഞ്ഞെഴുന്നേറ്റ ഞരമ്പുകൾ. അങ്ങനെ ഒരു മൂലയിൽ കൊണ്ട് ഇടാനല്ല ഞാൻ അവളെ കൊണ്ടുവന്ന്. എൻ്റെ ജീവൻ. അവളെ ഞാൻ സ്നേഹിക്കുന്ന പോലെ ആര് സ്നേഹിക്കുന്ന? ഞാനുണ്ട്. ഞാൻ ചത്തിട്ട് മതി. അല്ല, ചാവാനും എനിക്കൊപ്പം കാണുവൾ. ദേഷ്യത്തോടെ ചുവന്ന് കലങ്ങിയ കണ്ണുകളോടെ പറഞ്ഞു തുടങ്ങി. ബോധം പൂർണ്ണമായും നശിച്ചുകൊണ്ട് സോഫയിലേക്ക് തന്നെ തളർന്നു വീണിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു അവൻ പറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ. ബോധത്തോടെ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കൺഫ്യൂഷൻ ശക്തിദേവിൻ്റെ മനസ്സ്. മൂവരുടെയും നോട്ടം ശക്തിയിൽ നിന്നകുന്നതും കണ്ടു. എല്ലാം കേട്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി തറഞ്ഞു നിൽക്കുന്നവളെ.